5 വർഷത്തിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നത് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയാണ്. സംസ്ഥാനവുമായി ബന്ധം തുടരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോഴും കേരളം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു കുടുംബാംഗമാണ് ഇന്നലെ യാത്ര പറഞ്ഞത്. കേരളത്തിലെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലെത്തിയത്. മലയാളത്തിൽ സന്ദേശവും നൽകി ആശംസകളും സ്വീകരിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. Kerala has a very special place now in my heart, and my feelings, my association with Kerala is not going to come to an end. It is a lifelong bond now. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിടവാങ്ങൽ സന്ദേശമാണിത്. മലയാള ഭാഷയെ നെഞ്ചോട് ചേർത്ത് കേരളത്തോട് പറഞ്ഞ വാക്കുകൾ. ഗവർണർ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ സാധിച്ചത് ഗവർണർ ഓർത്തെടുത്തു. കേരളം നൽകിയ സ്നേഹവും കരുതലും വിശ്വാസവും തന്റെ ജീവിതത്തെ സമ്പന്നമാക്കിയെന്നും ഗവർണർ പറഞ്ഞു. And I am extremely thankful and full of gratitude for all the love, affection, support which people have given me here. Thank you very much. അതെ, കൃത്യമായ ഓർമ്മയും ചാരിതാർത്ഥ്യവും മനസ്സിൽ പേറിയാണ് ഗവർണറെ രാജ്ഭവൻ യാത്രയാക്കിയത്. ആ യാത്ര പറച്ചിലിൽ എവിടെയൊക്കെയോ ഗവർണറുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം നിന്നവരെയും തന്നെ ഈ 5 വർഷം സുരക്ഷിതമായി നോക്കിയവരെയും തോളിൽ തട്ടി യാത്ര പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് മുത്തശ്ശനായി, നാട്ടിലെ പെൺകുട്ടികൾക്ക് കരുതലായി, അമ്മമാർക്ക് കരുത്തായി, അഭയം തേടി വരുന്നവർക്ക് മുൻപിൽ എന്നും കേൾവിക്കാരനായി. അതെ, നീതിക്കൊപ്പം നാടിനൊപ്പം നിന്ന ആ ഭരണത്തലവൻ ഇനി ബീഹാറിലാണ്. കൈകൂപ്പി യാത്രയാക്കിയവരുടെ ഇടയിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടന്നകന്നു. ജനം, തിരുവനന്തപുരം.